പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം റോമ 6:15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് ഏറ്റവും എന്നെ സ്പർശിച്ച വചനം, ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ലജ്ജ തോന്നാത്തവർ ആരുണ്ട്? നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് നമ്മുടെ പഴയ കാലങ്ങളെയൊക്കെ കുറിച്ച് ചിന്തിച്ചെടുക്കുമ്പോൾ ലജ്ജാകരമായ, നമുക്ക് ലജ്ജിക്കേണ്ട അവസരങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതേസമയം ഒന്നിനെക്കുറിച്ചും ഐ ആം പെർഫെക്റ്റ്, എനിക്ക് ലജ്ജിക്കേണ്ട ഒന്നും എനിക്കില്ല എന്നൊക്കെ പറയുന്നവർ വൻപ് പറയുന്നവരാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഇല്ല. പാപം ചെയ്യാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. എല്ലാ മനുഷ്യരും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പാപം ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, അയ്യോ അന്ന് എന്തൊരു വൃത്തികേടാണ് അത് ചെയ്തത്. മറ്റേ ആളുടെ അടുത്ത് ദേഷ്യപ്പെട്ടത് അത് ശരിയായില്ല, അല്ലെങ്കിൽ അമിതമായി മദ്യപിച്ചത് ശരിയായില്ല, പുകവലിച്ച് എന്തോരം ആരോഗ്യം നഷ്ടപ്പെടുത്തി, എന്തോരം സമയം നഷ്ടപ്പെടുത്തി, എന്തോരം ധനം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞത് അത് നന്നായില്ല, മാതാപിതാക്കന്മാരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് അത് ശരിയായില്ല, അത് തെറ്റായിരുന്നു. കരുണ അർഹിക്കുന്ന ഒരുത്തന് കരുണ കൊടുക്കാതിരുന്നത് ഞാൻ ലജ്ജിക്കുന്നു. എന്നിട്ട് ക്രിസ്തുവനിയായാണെന്ന് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. നൽകാവുന്ന സഹായം മറ്റൊരാൾക്ക് ചെയ്യാതെ വെറുതെ ഒരു പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ക്രിസ്തീയത പാലിക്കുന്നതിൽ ഞാൻ ലജ്ജിതനാണ്. ഇങ്ങനെ ഇപ്രകാരം നമുക്ക് ലജ്ജിക്കുവാനുള്ള കാരണങ്ങൾ പലതാണ്. ആരും കാണാതിരുന്നപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ചെയ്ത പ്രകാശത്തിൻ്റേതല്ലാത്ത എല്ലാ പ്രവൃത്തികളും ലജ്ജാവഹമാണ്. വെളിച്ചത്തിൽ
ചെയ്യാൻ പറ്റാതെ അന്ധകാരത്തിൻ്റെ മറവിൽ മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ലജ്ജാവഹമാണ്. അങ്ങനെയുള്ളവരെ തേടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. പലപ്പോഴും ഒരു മിഥ്യാധാരണ എന്നെക്കുറിച്ചൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു മാന്യൻ, ഇവനൊക്കെ എന്നാണാവോ ഈ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങിയത്? അപ്പം അതിനുള്ള ഒരേ ഒരു മറുപടി, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പാപികളെ തേടി വന്ന ഒരേ ഒരു ദൈവപുത്രനാണ് കർത്താവായ യേശു കർത്താവ്. പാപികളെ തേടി വന്നവനാണ് അവൻ വിശുദ്ധന്മാരെ തേടി വന്നവനല്ല. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ തവിട് തിന്ന് ഈ മുടിയനായ പുത്രൻ്റെ അവസ്ഥയിൽ പിതാവിൽ നിന്നൊക്കെ അകന്ന് ഈ ലോകത്തിൻ്റെ ദുരാശകൾക്കൊക്കെ അടിമപ്പെട്ട് മയക്കുമരുന്നും മദ്യവും മദിരാക്ഷിയും പൊങ്ങച്ചവും അഹന്തയും പരദൂഷണവും കൊലപാതകവും മാനസികമായിട്ടെങ്കിലും മറ്റുള്ളവരുടെ പതനത്തിനായി ആഗ്രഹിച്ച അവസരങ്ങളും ഈ തവിട് തിന്ന് ഈ തവിടുകളെ ഓർത്ത് ലജ്ജ നമുക്ക് തോന്നിയാൽ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ രക്ഷപ്പെട്ടു. നമുക്കായി കാത്തിരിക്കുന്ന ഒരു ആബാ പിതാവ് നമുക്ക് ഉണ്ട്. വീണ്ടും മത്തായി 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളിച്ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും അവനോട് കർത്താവ് പറയുകയാണ്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾക്ക് തളർച്ച ബാധിക്കുന്നു. മാനസികമായും ശാരീരികമായും നമ്മൾ ആ ഐഡിയൽ കണ്ടീഷനിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നു. നമ്മൾ ക്രിപ്പിൾഡ് ആകുന്നു. നമ്മുടെ ആ യഥാർത്ഥ പ്രകാശത്തിൻ്റെ അവസ്ഥയിൽ നിന്നും അന്ധകാരം നമ്മളെ ഗ്രസിക്കുന്നു. ഓരോ തവണയും ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ തളർച്ച ബാധിക്കുന്നു. അല്ലെങ്കിൽ ഈ പാപചിന്തകൾ പേറി നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭൂതകാലത്തിലെ പാപങ്ങൾ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയില്ലായ്മ ഇവയെല്ലാം പേറി നടക്കുമ്പോൾ നമ്മൾക്ക് തളർച്ച ബാധിക്കുന്നു. അപ്പം ഇവിടെ കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? തളർവാദം അവനെ വിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ പാപങ്ങളുടെ നിറം എത്ര കഠിനമാണെങ്കിലും നമുക്ക് അവയെക്കുറിച്ച് ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ
അവയെക്കുറിച്ചൊരു അപകർഷതാബോധം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്കായി കാത്തിരിക്കുന്ന അബാപിതാവ്, സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന, ലോകത്തിലെ ഒരു പാപി പശ്ചാത്തപിക്കുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ നമ്മുടെ അബാപിതാവ്, കാണാതായ ഒരു കുഞ്ഞാടിനെ തേടി അലയുന്ന നമ്മുടെ അബാപിതാവ്, ഇതുപോലുള്ള ഒരു ദൈവം നമുക്കുള്ളതിൽ നമ്മൾ എത്ര സന്തോഷിക്കണം. ഇപ്പോൾ ലജ്ജിതരെ, പീഡിതരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം. പലപ്പോഴും ഞങ്ങളുടെ വൈകുന്നേരങ്ങളിലൊക്കെയുള്ള കൂട്ടുകളിൽ ഞങ്ങൾ സുഹൃത്തെ സംസാരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വലിയ ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഡിപ്രഷനിലൂടെ കടന്നു പോകാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും ചില സമയത്തെങ്കിലും തോന്നുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ. അതിന് ക്ലിനിക്കലി പല കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അങ്ങനെയുള്ള അവസരങ്ങളെ എനിക്ക് തോന്നിയാൽ ഉടനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഒരു കുമ്പസാരം നടത്തും. പൂർണ്ണ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. നിരന്തരം അനുദിനം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. വചനം വായിക്കുക, ധ്യാനിക്കുക, അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കുക. ഈ പിശാചിൻ്റെ കുടിലതന്ത്രമായ ഡിപ്രഷൻ നമ്മളെ വിട്ടകലുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ പാപവും നമ്മളെ അന്ധകാരത്തിലേക്കും ഡിപ്രഷനിലേക്കും ചെറുതും വലുതുമായ അളവിൽ നമ്മളെ തള്ളി വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനുദിനം വചനം വായിച്ച് ദൈവത്തിങ്കിലേക്ക് അടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ വർത്തമാനകാലത്ത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിമോശങ്ങളെക്കുറിച്ച് നമുക്ക് ലജ്ജ തോന്നിയാൽ നമ്മുടെ തിരിച്ചുപോക്ക്, നമ്മുടെ ആധ്യാത്മിക ജീവിതം തുടങ്ങുകയായി. അപ്പോൾ സന്തോഷിക്കുവിൻ. എപ്പോഴുമെങ്കിലുമൊക്കെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുവിൻ. കർത്താവിലേക്ക് തിരിയുവിൻ. ആത്മാർത്ഥമായി കർത്താവിലേക്ക് തിരിയുവിൻ. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മൾ പൂർവാധികം ശക്തിയോടെ ദൈവത്തിൽ ആനന്ദിച്ച് അധികം ഫലം പുറപ്പെടുവിക്കുന്നവരായി ദൈവപുത്രരും പുത്രിമാരുമായി നമ്മുടെ ജീവിതം പരിണമിക്കുന്നത് കണ്ട് നമ്മൾ ആഹ്ലാദിച്ച് കിടക്കയുമെടുത്ത് തുള്ളിച്ചാടി പോകും. ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു ക്ഷണത്തിലേക്ക്, ഈ ഒരു ക്ഷണം സ്വീകരിക്കുവാനുള്ള ഒരു വിവേകത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ഈ ലോകത്തിൻ്റെ നൈമിഷികമായ മായകളിൽ നിന്നൊക്കെ മുക്തി നേടി നമുക്ക് യഥാർത്ഥ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും നിത്യജീവനിലേക്കും തിരിയാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.